ഫ്രണ്ട്സ്, അങ്ങനെ ഇന്നലത്തെ നമ്മളെ ഈസി കുക്കിംഗ് വീഡിയോന്റെ ശേഷം ഇന്ന് നമ്മൾ വീണ്ടും വളരെ ഈസി ആയിട്ട് വേറൊരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോ ഇന്നത്തെ നമ്മളുടെ യുദ്ധം ഈ ബന്ന് വെച്ചാവാം. ഓക്കെ, അപ്പോ നമുക്ക് 8 ബന്നുണ്ട്. അപ്പൊ 8 ബന്നിന് നമ്മൾ എത്ര മുട്ട എടുക്കണം? 4 മുട്ട എടുക്കണം. ഓക്കെ, അത് പുഴുങ്ങിയിട്ട് 2 ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളെ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പൊട്ടി പോകാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സിർക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, കുറച്ച് മതി. ഓക്കെ, അങ്ങനെ സിർക്ക് വെച്ചിട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇന്നലത്തെ പോലെ വീണ്ടും നമ്മൾ പച്ചമുളക് വാങ്ങാൻ മറന്നുപോയി. നമ്മൾ ഉള്ളി 2 എണ്ണം, പിന്നെ കാന്താരി ഇത്ര മതി, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഓക്കെ, ഇത് മാത്രം മതി. ഇതാണ് മക്കളെ ഇഞ്ചിയും ഉള്ളിയും കാന്താരി. ഓക്കെ, അത് 3 നമ്മളെ കുനുകുനാ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താക്കണമെന്ന് അറിയാം, കാണിച്ചു തരാം. നമുക്ക് കറിയിലോട്ട് കിടക്കാം. ചൂടായ പാനിലേക്ക് ഒരൽപ്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കുനുകുനാ അരിഞ്ഞു വെച്ച ആ 3 ഐറ്റംസ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ചെറിയ കുട്ടികൾ നന്നായി ശ്രദ്ധിക്കണം. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ മാത്രം ഇത്തരം അപകടകരമായ പ്രോസസ്സിലേക്ക് കടന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇത് തീയോണ്ടുള്ള കളിയാണ്. അപ്പൊ അത്രയും ശ്രദ്ധിച്ചു വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉള്ളി നന്നായിട്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ഒരുപാട് സഹായിക്കും. അവിടെ നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു നല്ലൊരു കളർഫുൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക്, പൊടിച്ചു വെച്ച കുരുമുളക് ഉണ്ടല്ലോ, വാങ്ങിയ കുരുമുളകല്ല, കുരുമുളക് വാങ്ങിയിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചു വെച്ചത്, നന്നായിട്ട് പൊടിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇത്രയും മാത്രം മതി. ഇനി കൂടുതലായിട്ടൊന്നും ഇതിലേക്ക് ആഡ് ആക്കണം. അങ്ങനെ കുക്കിങ്ങിന്റെ മെയിൻ പ്രോസസ്സായ ഈ ഇളക്കൽ പരിപാടികൾ നന്നായിട്ട് ഇളക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ആവും. നല്ല ഉഷാറിൽ ഇളക്കാതിരിക്കുക, കാരണം പാത്രത്തിന്റെ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായത് കൊണ്ട് നമുക്ക് ക്ഷമയോടെ. ഇപ്പൊ ഇത് കണ്ടോ ഗായ്സ്, എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുറെ ഉള്ളി ഇട്ടിട്ടില്ലേ, ഇത് കുറച്ച് കുറച്ച് കുറഞ്ഞു വരുന്നില്ലേ? അതാണ് ഉള്ളി നന്നായിട്ട് വാട്ടുമ്പോൾ ഉള്ളിയുടെ അളവ് നന്നായിട്ട് കുറഞ്ഞു വരും. ഇതൊക്കെ കുക്കിങ്ങിന്റെ പ്രാഥമിക ഒരറിവാണ് കേട്ടോ. നിങ്ങൾ ചോദിക്കണത് ഞാൻ എന്റെ ഈസി കുക്കിംഗ് മാത്രം ചെയ്യുന്നേ, കൂടുതലായിട്ട് അറിയാത്തോണ്ടാണോ? പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എന്ത് പഠിക്കുമ്പോൾ അതിന്റെ ബാലപാഠം തൊട്ട് പഠിക്കണം. എന്നാലേ നമുക്ക് എന്താ പറയുക, കൂടുതൽ പഠിക്കാനും കൂടുതൽ അറിവുകൾ നേടാനും അതിലൊക്കെ നല്ലൊരു കഴിവ് മേന്മ തെളിയിക്കാനും പറ്റും. ഇതിപ്പോ ഞാൻ അവസാനം നമ്മൾ ഈ ഒരു പരുവത്തിൽ എത്തുമ്പോഴാണ് കേട്ടോ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മളെ സംഭവം പുറത്തേക്ക് എടുക്കേണ്ടത്. ഓക്കെ, സെറ്റ് ആയില്ലേ? ഇതാണ് നമ്മൾ നേരത്തെ പുഴുങ്ങാൻ വെച്ച മുട്ട. അങ്ങനെ നമ്മളെ ബന്ന് നടക്കാൻ വേണ്ട ഫില്ലിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ബണ്ണെടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 8 ബന്നും അതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് മയണൈസ് ഇതിലേക്ക് ആക്കി കൊടുക്കാൻ 2 സൈഡിലും കറണ്ട് പോയി ഗൈസ്. ഓക്കെ, നമ്മളെ ഐറ്റ് ഇങ്ങനെ ഉണ്ട്. അതിന്റെ കൂടെ മുട്ടയും വെച്ചുകൊടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ വെച്ചുകൊടുക്കുക. ഹലോ, അപ്പൊ നമ്മളുടെ ഇത് ഇങ്ങനെ ഉള്ളത് കേട്ടോ. നമ്മളെ പണ്ടൊക്കെ നിറച്ചിട്ട് ബന്നി ഒന്നിന് ഇത്ര അളവ് മതിയാവും. നമ്മൾ ഒന്നെടുക്കുക, തിരിച്ചു വെക്കണം കേട്ടോ. തിരിച്ചു വെച്ചാലാണ് ഷേപ്പ് ഉണ്ടാവുക. ഇതെടുത്ത് ഇങ്ങനെ മതിയാ. നല്ല ഇതാണ് നമ്മുടെ രുചികരമായ, ഇതിന് പേര് കാര്യമായിട്ടൊന്നും ഇട്ടിട്ടില്ല. ഇന്ന് പെട്ടെന്ന് ക്യാമറമാനൊന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോ ഇങ്ങനെ ആക്കി കളയാന്ന് വെച്ചു. ഓക്കെ, എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്.